ADGP M.R. അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെയുള്ള വിജിലൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിൽ CPM നേതാക്കളും ഗവൺമെന്റും ബോധപൂർവമായ മൗനം പാലിക്കുകയാണ്. നിയമവാഴ്ച ചവിട്ടിമതിക്കപ്പെട്ടു എന്ന കോടതി പരാമർശനം ഗവൺമെന്റിനേറ്റ കനത്ത പ്രഹരമാണ്. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടു കൂടിയാണ് പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് എന്നത് കോടതി വിധിയിലും പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നു. അഴിമതി കേസിൽ പ്രതികളായ ADGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംരക്ഷിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇതാണ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം. ഇതിലെ കോടതി വിധി 114 പേജുള്ള കോടതി വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് വായിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാകണം, CPM നേതാക്കന്മാരും വായിച്ചിട്ടുണ്ടാകണം. പക്ഷെ അവർ അത് കണ്ടില്ലെന്ന് അടിക്കാണ്. പേജ് 82 പാരഗ്രാഫ് 104. ഇൻ സമ്മറി, വാട്ട് ഈസ് ടു ബി ഡൺ ഈസ് നോട്ട് ഡൺ and what ought not to be done in inquiry has been done, with the sole object of how a clean chit can be given to the suspected officer. What is to be done is not done. എന്താ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ല. And what ought not to be done in inquiry has been done. എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്തിട്ടുണ്ട്. With the sole object, ഒരേ ഒരു ലക്ഷ്യം, of how a clean chit can be given to the suspected officer. ഇതിലെ പ്രതിയായിട്ടുള്ള ആക്ഷേപത്തിന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിന് വേണ്ടിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. The entire legal principles were trampled to save one person. നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമത്തിൻ്റെ എല്ലാ തത്വങ്ങളും ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു. പാരഗ്രാഫ് 105. ഇനി 106. Upon reviewing the records, it is evident that the Joint Secretary of the Additional Chief Secretary issued a communication to the Additional Chief Secretary and Public Relations later marked over as the addressee's designation dated 11/4/25. It has been stated that the inquiry initiated against the suspected officer was completed and the Vigilance Director forwarded a report as per the Director's letter dated March 12, 2025. It was also stated that the department verified and accepted the report and forwarded it to the relevant persons. Furthermore, it was also stated that it is also informed that the above decision has the approval of the Chief Minister. ഈ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട്. ഈ തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട്. ദ എക്സാക്ട് വേർഡ് യൂസ്ഡ് ഇൻ ദ ലെറ്റർ ഈസ്, മേൽ തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ സോ കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഗ്നിറ്ററീസ് ഇൻ ദ എൻക്വയറി ഇനീഷ്യേറ്റഡ് അഗൻസ്റ്റ് ദ ഹൈ റാങ്കിംഗ് പോലീസ് ഓഫീസർ? ഇറ്റ്സ് എ ഫാക്ട് that the Vigilance Department falls under the control of the Chief Minister of the state. It is only for governance and nothing more. വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പാണ്. അത് ഭരണത്തിന് വേണ്ടി മാത്രമാണ്. ഫോർ നത്തിങ് മോർ, മറ്റൊന്നിനുമല്ല. കേസുകളുടെ മെറിറ്റിൽ ഇടപെടുന്നതിനോ തീർപ്പ് കൽപ്പിക്കുന്നതിനോ അല്ല വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ടുള്ളത് എന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കേസിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും തികഞ്ഞ മൗനം പാലിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ കേസ് കോടതി സുവമോട്ടോ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ എല്ലാ നടപടികളും അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു.